السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل أفاك أثيم يسمع آيات الله تتلى عليه ثم يصر مستكبرا كأن لم يسمعها فبشره بعذاب أليم. صدق الله مولانا العظيم. ما تواضع أحد لله إلا رفعه الله. صدق رسوله الأمين. لقد أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثة في كل نائبة إلا من الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യനിൽ അഹങ്കാരം ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാരണമായ അമല് ഇബാദത്തുകളെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ച് തുടങ്ങിയത്. സൽക്കർമ്മങ്ങൾ, ആരാധനകൾ, പുണ്യകർമ്മങ്ങൾ നമ്മുടെ രക്ഷയ്ക്കും വിജയത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ അതിൻ്റെ മറവിൽ നമ്മിലേക്ക് അഹങ്കാരം, പൊങ്ങച്ചം, ഉജ്ബ്, കിബിർ കടന്നു വരികയും അതുവഴി ആ നന്മകളും നമ്മളും തകർന്നടിയുകയും ചെയ്യുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് അല്ലാഹുവും റസൂലും നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ മാസം നമ്മുടെ പടിവാതിൽക്കൽ വന്ന് എത്തി നിൽക്കുകയാണ്. അത് അമലിൻ്റെയും ഇബാദത്തിൻ്റെയും മറ്റൊരു മാസത്തിലും മറ്റൊരു രാവിലും പകലിലും നാം അനുഷ്ഠിക്കാത്ത വിധം നന്മകളിൽ വ്യാപൃതരാകുന്ന ഒരു ഘട്ടമാണ് പരിശുദ്ധ റമളാൻ മാസം എന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിലനിൽക്കണമെങ്കിൽ റമളാനും അതുമായി ബന്ധപ്പെട്ട പുണ്യപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇഹത്തിലും പരത്തിലും ഫലിക്കണമെങ്കിൽ, അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു വിഷയം നമ്മൾ അറിയുക തന്നെ വേണം. ആരാധനകൾ ഒരുപാട് വർദ്ധിപ്പിച്ചത് കൊണ്ടായില്ല. അതിലുള്ള പുഴുക്കുത്തുകൾ, അതിലുള്ള കലർപ്പുകൾ, അതിലുള്ള മാലിന്യങ്ങൾ മാറ്റിയാൽ മാത്രമേ ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധനായ അല്ലാഹു പരിശുദ്ധമായതല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല. ഇത് അടിസ്ഥാന തത്വമാണ് വിശുദ്ധ ദീനിൻ്റെ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നന്മകൾ ചെയ്യുന്ന സത്യവിശ്വാസികൾ, ആരാധനാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരാകുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ കൂടുതൽ വിനയാന്വിതരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു മുഅ്മിൻ അങ്ങേ അറ്റത്തെ വിനയത്തിൽ നിലകൊള്ളണം. നേരെ മറിച്ച് ഈ പറഞ്ഞതിന് വിരുദ്ധമായ വിധത്തില് ചെയ്തുപോയ നന്മകളെ ഓർത്തുകൊണ്ട്, പുണ്യകർമ്മങ്ങളെ ഓർത്തുകൊണ്ട് ആരെങ്കിലും പൊങ്ങച്ചം കാണിച്ചാൽ ആ നന്മകളൊക്കെയും അത് ചെയ്തവനടക്കം
തകർന്നടിഞ്ഞു പോകുമെന്നാണ് ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. വമനിഅ്തഖദ അന്നഹു ഫൗഖ അഹദിൻ മിൻ ഇബാദില്ലാഹ്. വമനിഅ്തഖദ ഒരാൾ തെറ്റിദ്ധരിച്ചു പോയി, വിശ്വസിച്ചു പോയി. എന്താണ് വിശ്വസിച്ചു പോയത്? അന്നഹു ഫൗഖ അഹദിൻ മിൻ ഇബാദില്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളാണ് തന്റെ മുന്നിലുള്ളതൊക്കെ. ഈ ജുമഅക്ക് വന്നിരിക്കുന്ന ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായി വന്നെത്തിയവരൊക്കെയും അല്ലാഹുവിന്റെ അടിമകളാണ്. ഈ അടിമകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അടിമയേക്കാൾ താൻ ഉത്തമനാണെന്നൊരാൾ വിശ്വസിച്ചാൽ, ഈ വാഴ്ന്നു പറയുന്ന ഞാൻ തന്നെ ആയിക്കോട്ടെ, ഇവിടെ വന്നെത്തിയ സത്യവിശ്വാസികളിൽ ഏതെങ്കിലും ഒരാളെക്കാളെങ്കിലും ഞാൻ ഉത്തമനാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ, വമനിഅ്തഖദ അന്നഹു ഫൗഖ അഹദിൻ മിൻ ഇബാദില്ലാഹ്, ഈ തെറ്റായ വിശ്വാസം ഒരാളുടെ മനസ്സിൽ കേറിയാൽ, ഫഖദ് അഹ്ബത ബിജഹ്ലിഹി ജമീഉ അമലിഹി, അവന്റെ ആ അജ്ഞതയുടെ അഹങ്കാരം കാരണം സർവ നന്മകളും തകർന്നടിഞ്ഞു പോയി, സർവ അമലുകളും തകർന്ന് തരിപ്പണമായി പോയി. ഞാൻ നിസ്കാരമുള്ളവനാണ്, ഞാൻ നോമ്പുള്ളവനാണ്, ഞാൻ ജീവിതത്തിൽ ഹജ്ജും ഉംറയും ചെയ്തവനാണ്, ഞാൻ സക്കാത്തും ദാനധർമ്മങ്ങളും നൽകിയവനാണ്, നൽകുന്നവനാണ്, ഞാൻ ഖുർആൻ പാരായണമുള്ളവനാണ്, ഞാൻ ദിക്ർ ചൊല്ലുന്നവനാണ്, സ്വലാത്ത് ചൊല്ലുന്നവനാണ്, അതുകൊണ്ട് തന്നെ അവനേക്കാൾ നല്ലവൻ ഞാനാണ്, അവൻ ഇത്രമാത്രം അതൊന്നുമില്ല. ഇത് ജഹിലാണ്. എന്തുകൊണ്ടാ വിഡ്ഢിത്തരായത്? എന്തുകൊണ്ടാ വിഡ്ഢിത്തരായത്? അതിന് മാർക്കിടാൻ ഞാൻ നിങ്ങളും വളർന്നിട്ടില്ല. എൻ്റെ കർമ്മത്തിന് മാർക്കിടാൻ ഞാൻ വളർന്നിട്ടില്ല. നിങ്ങളെ കർമ്മത്തിന് മാർക്കിടാൻ ഇത് അള്ളാഹുവാണ് മാർക്കിടുന്നത്. ചിലപ്പോൾ ആനയോളം ഉണ്ടാകും, ഉറുമ്പിനോളെ അവിടെ എന്തുണ്ടാവുള്ളൂ? പ്രതിഫലം ഉണ്ടാവുള്ളൂ. അള്ളാഹു ഉള്ളിലേക്കുള്ള നോക്കുക. ചിലപ്പോൾ ഈച്ചയുടെ അത്ര ഉറുമ്പിനോളെ ഉണ്ടാവുള്ളൂ, അള്ളാഹു വാരിക്കോരി കൊടുക്കും, അതിന് മൂല്യം കൂടുതലാകും. ഇപ്പൊ ഇവിടെ സ്വതക്ക ചെയ്തപ്പോ 100 രൂപ ഉള്ളവൻ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് 100 കൊടുത്തത്. ഞാൻ എപ്പോഴും പറയുന്നത് 50,000 കൊടുത്തതിനേക്കാൾ ആ 100-കാരന് ചിലപ്പോൾ അള്ളാഹു പ്രതിഫലം കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എൻ്റെ അങ്ങോട്ട് അവൻ എത്തിയിട്ടില്ല എന്നത് ജഹിലാണ്. ഈ ജഹാലത്ത് കാരണം ഞാൻ ചെയ്ത പുണ്യങ്ങൾ ഏതൊക്കെയുണ്ടോ, എന്തൊക്കെയുണ്ടോ, ഫഖദ് അഹ്ബത, അതൊക്കെയും തകർന്നടിഞ്ഞു പോകും. ഫഇന്നൽ ജഹ്ല അഫ്ഹശുൽ മആസി, പാപങ്ങളുടെ കൂട്ടത്തിൽ ഗുരുതരമായ പാപമാണ് ഈ അബദ്ധം. നമ്മളിപ്പോൾ റമദാന്റെ മുന്നൊരുക്കായിട്ട് വീട് ക്ലീൻ ആക്കുമ്പോൾ അവിടെ കറ ഉണ്ടാകും, ചളി ഉണ്ടാവും, പൊടി ഉണ്ടാകും, വൃത്തികേടുണ്ടാവും, ചിലന്തി വല ഉണ്ടാവും. അതിൽ ഏറ്റവും വൃത്തികെട്ടത് നമ്മൾ എടുത്ത് മാറ്റുമല്ലോ റമദാന് മുമ്പ്. ഫഇന്നൽ ജഹ്ല, ഈ വിവരക്കേട്. ഏത് വിവരക്കേട്? എനിക്ക് ഇത്രയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരാളെക്കാളെങ്കിലും മെച്ചപ്പെട്ടവനാണെന്ന വിവരക്കേട്. അഫ്ഹശുൽ മആസി, പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവകരമായ വൃത്തികെട്ട പാപമാണ്. വഅഅളമു ശൈഇൻ യുബഇദുൽ അബ്ദ അനില്ലാഹി തആല, അല്ലാഹുവിൽ നിന്നൊരു മനുഷ്യനെ ഏറ്റവും അകറ്റുന്ന, ദൂരത്തേക്ക് കൊണ്ടുപോകുന്ന വൃത്തികേടാണ് ഈ വിവരക്കേട്. ഏത് വിവരക്കേട്? ഞാൻ ഇപ്പൊ തരക്കേടൊന്നുമില്ല, അവനൊന്നും എൻ്റെ അത്ര ഉഷാറിലെത്തിയിട്ടില്ല എന്ന ജഹാലത്ത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇതൊക്കെ ഇബ്ലീസ് വന്നിട്ട് വളമ്പും, നമ്മളതിൽ വീഴും. ഓ ഉഷാറായിട്ടുണ്ട്, അത്ര കൊടുക്കാൻ പറ്റിയല്ലോ. ആ റെസീപ്റ്റൊക്കെ ഇങ്ങനെ 0 എണ്ണം കൂടുമ്പോ ഉഷാറായിട്ടുണ്ട്, അത് ഇവിടെ ഇങ്ങനെ വിളമ്പുമ്പോ ശരിയാ ഉഷാറായിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ മതി, കഴിഞ്ഞു. ഫഖദ് അഹ്ബത ബിജഹ്ലിഹി ജമീഉ അമലിഹി, സർവ്വ കർമ്മങ്ങളും തകർന്ന് തരിപ്പണമാകും എന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഭക്തന്മാർ, യഥാർത്ഥ ആബിദുകൾ
ജീവിതം മുഴുവൻ ഇബാദത്താക്കി മാറ്റിയ പരിശുദ്ധ മനുഷ്യന്മാർ, അവർ ചിന്തിച്ചതും പറഞ്ഞതും എന്താണ്? ഞങ്ങളൊരു സംഭവമായി എന്നല്ല, ഞാൻ ഉഷാറായി എന്നല്ല, ഞാൻ ഇന്ന ആളുകളെക്കാൾ മെച്ചപ്പെട്ടവനെന്നല്ല, ഈ ഒരു വ്യക്തിയെക്കാളെങ്കിലും മേന്മയുള്ളവനെന്നല്ല. പിന്നെയോ അവരൊക്കെയും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ യഥാർത്ഥ ആബിദുകൾ, ആരിഫുകൾ, ഔലിയാക്കൾ, കറകളഞ്ഞ സത്യവിശ്വാസികൾ, അങ്ങേയറ്റത്തെ വിനയമുള്ളവരായിരുന്നു. അവർ തെറ്റും കുറ്റൊന്നും ചെയ്തവരല്ല, ജീവിതം മൊത്തം ഇബാദത്താക്കിയവർ. നിലം ഉഴുതുമ്പോ കാള പൂട്ടുമ്പോ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സൂഫി വര്യന്റെ ചരിത്രം, ഞങ്ങളെ മലബാറിലുള്ള. കരിയും നഖമയും വെച്ചിട്ട് കാള പൂട്ടാണ് വയലില്. അപ്പൊ കാളയെ ശകാരിക്കുമ്പോ നമ്മൾ പല സൗണ്ട് ഉണ്ടാക്കുമല്ലോ, സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ. അപ്പൊ എന്താ ഇപ്പൊ സുബ്ഹാനല്ലാ ഇല്ലെന്ന്? കാളക്കൊരു സൗണ്ട് മതി, അത് രണ്ടു ഗുണ. ജീവിതം മൊത്തം ഇബാദത്താക്കി മാറ്റിയ മഹാന്മാർ, അവരൊക്കെ പേടിയായിരുന്നു, അവർക്ക് പേടി, ഭയം. ചരിത്രത്തിലെ ഒരു പുണ്യപുരുഷനാണ് ആരിഫായ ആബിദായ അത്വാഉസ്സലമി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി, പ്രകൃതിക്ഷോഭമുണ്ടായി. ആ സന്ദർഭത്തിൽ അത്വാഉസ്സലമി റഹിമഹുല്ല പറഞ്ഞത്, പടച്ചവനെ, ഈ പ്രകൃതിക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റിന്റെ കാരണം ഞാനാണോ എന്ന് ഞാൻ പേടിക്കുന്നു. ഇത് തെറ്റും കുറ്റും ചെയ്ത ആളല്ല, പരിശുദ്ധ മനുഷ്യൻ. അല്ലാഹുവേ, ഈ ക്ഷോഭത്തിന്റെ കാരണം ഞാനാണോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അല്ലാ, ഈ അത്വാ എന്നവൻ മരിച്ചാൽ ഈ നാട്ടുകാർ രക്ഷപ്പെടുമെന്നാണ് എന്റെ വിശ്വാസമല്ല. ആലോചിച്ചു നോക്ക്. മറ്റൊരു സൂഫി വര്യൻ ഹജ്ജ് വേളയിൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട റുക്നായ അറഫയിലെ സംഗമം കഴിഞ്ഞ് ഹാജിമാർ അറഫയിൽ നിന്ന് മടങ്ങുന്ന സന്ദർഭത്തിൽ ഈ മഹാനായ ആരിഫ് പറയുന്ന ഒരു വാക്കുണ്ട്. ഇമാം ഗസാലി റഹിമഹുല്ല ഇഹ്യയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ അറഫ സംഗമം കഴിഞ്ഞ് ഹാജിമാർ അവിടെ നിന്ന് തിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വെച്ച് പറയാണ്, അർജുർ റഹ്മത ലിജമീഇഹിം ലൗലാ കൂനി ഫീഹിം. ഈ വന്ന ലക്ഷക്കണക്കിന് ഹാജിമാർക്കൊക്കെയും അല്ലാഹുവിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരല്ലാഹുവിന്റെ വിളി കേട്ട് വന്നവരാ, ദീർഘദിക്കുകൾ താണ്ടിയെത്തിയവരാ, വലിയ പണവും അധ്വാനവും ചിലവഴിച്ച് പുണ്യമണ്ണിലെത്തിയവരാ. അർജുർ റഹ്മത ലിജമീഇഹിം, അവരെയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ലൗലാ കൂനി ഫീഹിം, ഞാനുള്ളതുകൊണ്ട് എന്താവുമെന്നറിയില്ല, ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടത് കൊണ്ട് എന്താകുമെന്നറിയില്ല. അല്ലാ, ആരവര്? അവരെ വിനയമാണ് മുഅ്മിനീങ്ങളെ അത്. ഇവരാണ് യഥാർത്ഥ മുത്തഖികൾ, യഥാർത്ഥ ഇബാദത്തുകാർ. ഇവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, മുഅ്മിനീങ്ങളെ. ഒരു മുഅ്മിൻ എങ്ങനെയായിരിക്കും? ഒരു മുഅ്മിൻ, ഹസൻ ബസ്വരി തങ്ങൾ പറയുന്നുണ്ട്, അൽ മുഅ്മിനു യഅമലു ബിത്ത്വാഅതി വഹുവ വജിലുൻ ഖായിഫുൻ വൽ ഫാജിറു യഅമലു ബിൽ മഅസിയാതി വഹുവ ആമിനുൻ. എന്താണ് പറഞ്ഞത്? ഹസൻ ബസ്വരി തങ്ങൾ, റഈസുത് താബിഈൻ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻ, എന്താ പറഞ്ഞത്? അൽ മുഅ്മിനു യഅമലു ബിത്ത്വാഅതി, ഒരു കറകളഞ്ഞ സത്യവിശ്വാസി നന്മകൾ ചെയ്യും, ഇബാദത്തുകൾ ചെയ്യും. വഹുവ വജിലുൻ ഖായിഫുൻ, അവൻ അപ്പോഴും പേടിച്ച്, അവൻ ആശങ്കയോടെ, അവൻ അല്ലാഹുവിന്റെ കാര്യത്തിൽ വല്ലാത്ത പേടിയിലായിരിക്കും. എപ്പോ? കള്ളുടിച്ചിട്ടല്ല, പലിശ കൊടുത്തിട്ടല്ല. അങ്ങനെ വേണ്ടതൊരു നന്മ ചെയ്ത് കഴിയുമ്പോഴും ഖൗഫ് റജ. നമ്മളിപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താ അതിനർത്ഥം? രണ്ട് സലാം അങ്ങോട്ട് വീട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം ചൊല്ലുന്ന ദിക്ർ എന്താ കൂട്ടരെ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താ അതിനർത്ഥം? അള്ളാഹിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. ഇതെന്തോ ഒരു അപരാധം ചെയ്തത് ഇവിടെ. സാധാരണ ഒരു അപരാധം ചെയ്യുമ്പോഴല്ലേ പടച്ചോനെ പുറത്തേക്കണേന്ന് പറയല്.
എന്താ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മളൊക്കെ ഈ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നവരല്ലേ, എന്താ ഈ പറയുന്നേ? അല്ലാഹുവേ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ വന്നു, എന്നെ കൊണ്ടാവും വിധം എന്റെ ബാധ്യതയായ നിസ്കാരം ഞാൻ നിർവഹിച്ചു. അതിനകത്തുള്ള പോരായ്മകൾ നീ മാപ്പാക്കണേ അല്ലാ. അത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൽക്കർമ്മത്തിന്റെ പുണ്യം കൊണ്ട് എന്റെ മറ്റു പാപങ്ങളും പൊറുക്കണേ അല്ലാ. ബൈനൽ ഖൗഫി വറജായി, പേടി, അപ്പോഴും പേടി വേണം. ഇനിയിപ്പോ നോമ്പല്ലേ വരുന്നത്, സുന്നത്ത് നോമ്പ് ഇപ്പൊ തന്നെ പിടിച്ചവരുണ്ട് ശഅബാൻ മാസത്തില്. നോമ്പ് തുറക്കുമ്പോ എന്താ നമ്മൾ പറയല്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച വേറൊരു ദിക്റാണ് ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ആരും കേൾക്കണില്ല, അറിയില്ല തോന്നുന്നുണ്ട്. എന്താണാ പറയുന്നത്? പടച്ചോനെ, ഞാൻ നോമ്പ് വെച്ചു എന്നെ കൊണ്ട് പറ്റുന്ന പരുവത്തിൽ. ഇപ്പൊ ഞാൻ നീ തന്ന ഭക്ഷണം കൊണ്ട് നോമ്പ് തുറന്നിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. എൻ്റെ ദാഹം മാറി അല്ലാ, എൻ്റെ നാഡീ ഞരമ്പുകളിലൊക്കെ നനഞ്ഞു അല്ലാ, ഞാൻ ഉഷാറായിട്ടുണ്ടെന്നല്ല. വസബതൽ അജ്റു ഇൻഷാ അല്ലാ. പടച്ചോനെ, നിന്റെ മശിയത്തുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലാ. അപ്പോഴും പേടി. നമ്മളൊരു 50 ഉറുപ്പ്യാണ് കൊടുക്കുമ്പോഴേക്കിന് എന്തോ ഒരു ആത്മപുളകം, ഹർഷപുളകം. അതല്ല, ഇത് അപകട അമല് പൊളിയും. ഭീതിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം ഒരു സത്യവിശ്വാസി. വൽ ഫാജിറു യഅമലു ബിൽ മഅസി വഹുവ ആമിനുൻ. തെമ്മാടിയാണെങ്കിൽ, കപടനാണെങ്കിൽ തിന്മകൾ ചെയ്യും. ആ തിന്മകൾ ചെയ്യുമ്പോഴും വഹുവ ആമിനുൻ, ആള് നിർഭയനായിരിക്കും, ഒരു പേടിയും ബേജാറൊന്നും ഉണ്ടാവില്ല. മുഅ്മിനാണെങ്കിൽ നന്മ ചെയ്യുമ്പോ തന്നെ പേടിയിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാഹുവേ, ഇത് നീ സ്വീകരിക്കുമോ? ഇതിൽ കുറ്റങ്ങളുണ്ടല്ലോ അല്ലാ, കുറവുകളുണ്ടല്ലോ അല്ലാ, നീ സ്വീകരിക്കണമേ എന്ന അപേക്ഷ ആ സൽക്കർമ്മത്തിന്റെ പിറകിൽ കൊണ്ടുവരുന്നവനാണ് യഥാർത്ഥ മുഅ്മിനെന്ന് മഹാന്മാരായ സ്വഹാബത്തും താബിഉകളും പറഞ്ഞു തരുന്നു. ഹദീസിൽ കാണാം ഒരു ചരിത്ര സംഭവം. ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ വല്ലാത്ത പാഠമാണ്. നമ്മുടെ നന്മ ആഖിറത്തിലെ അക്കൗണ്ടിൽ ബാക്കിയാകാൻ ഇതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കണം മോമിനിങ്ങളെ. നമ്മൾ അധികമൊന്നും നന്മ ഞാനും നിങ്ങളും ചെയ്യുന്നില്ല. ഈ ചെയ്യുന്നതൊന്ന് കുറിക്ക് കൊള്ളാനും അതിൻ്റെ ഗുണം ഇവിടെ അവിടെയൊക്കെ ഒന്ന് കിട്ടാനും ഈ പറഞ്ഞ ഡിമാൻഡുകൾ ഒന്ന് പാലിക്കണം. കാന ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ യുഅജിബുനാ ഇബാദത്തുഹു വജ്തിഹാദുഹു. ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരാളുണ്ടായിരുന്നു, സ്വഹാബാക്കളെ കൂട്ടത്തിൽ. യുഅജിബുനാ ഇബാദത്തുഹു വജ്തിഹാദുഹു. സ്വഹാബാക്കൾ പറയുന്നു, ആ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമുക്കല്ല അത്ഭുതം, ആർക്കാ അത്ഭുതം? സ്വഹാബികൾ പോലും ആ മനുഷ്യന്റെ ഇബാദത്തുകൾ, നന്മകൾ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ അത്ര ചീട്ടുള്ള. എന്നാൽ ഒരു പയ്യന്റെ അടുത്ത് വന്നിട്ട് അവന്റെ വല്ലിപ്പാന്റെ ജീവിതം പറഞ്ഞു, ഉപ്പാന്റെ ഒരു കറാഹത്ത് പോലും ഇല്ലാത്ത ഉപ്പാപ്പാന്റെ ജീവിതം ഓർക്കുമ്പോൾ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണൂല. ഉണ്ടായിരുന്നു അങ്ങനത്തെ ആളുകൾ, ഇനി ഉണ്ടായിക്കൂടായി ഒന്നുമില്ല, ഉണ്ടാകാം. അത്ര അത്ഭുതകരമായ നിലക്ക് നന്മകളുള്ള, പുണ്യങ്ങളുള്ള, ഇബാദത്തുകളിൽ കൃത്യതയുള്ള ഒരു സ്വഹാബി, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്. ഒരു ദിവസം സ്വഹാബികൾ റസൂലിനോട് ഈ മനുഷ്യന്റെ മദ്ഹ് പറയാണ്, തിരുദൂതരെ, ഞങ്ങളെ കൂട്ടത്തിൽ എന്താണ് ആ മനുഷ്യൻ, അങ്ങനെയൊന്നും ആകാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മേന്മകൾ ഇങ്ങനെ പറയാം. റസൂൽ ചോദിച്ചു, ആരാ? മൻ ഹുവ, അതാരാ? പരിചയമില്ലല്ലോ. അപ്പൊ പറഞ്ഞു കൊടുത്തു, മനസ്സിലാവണില്ല. അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ, വിശേഷണങ്ങൾ പറഞ്ഞു. ഈ ഡ്രസ് ഇടുന്ന, ഹൈറ്റ് ഇത്രയുള്ള, ഈ കളറുള്ള, ഇന്ന സൈഡിൽ വന്നിരിക്കുന്ന അവരാ സിഫത്തൊക്കെ പറഞ്ഞപ്പോഴും ഫലം യഅരിഫുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് മനസ്സിലാകണില്ല. കാരണം എന്താ അറിയോ?
ഇച്ചങ്ങാതിനെ മനസ്സ് കയറ്റാൻ മാത്രം കോണുള്ള ആളായിരുന്നില്ല അയാള്. അതിന് മനസ്സിലാവും എന്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്തിട്ട് ഈ ആളെ റസൂലിന് പരിചയമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു ആ പടപ്പ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇപ്പൊ ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സ്വഹാബാക്കൾ നബിക്ക്. മനസ്സിലാകണമെന്നില്ല, അതേ ആ വരുന്നു. പറഞ്ഞെടുത്തു, റസൂലെ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ അദ്ദേഹമാണ് ആ വരുന്നത്. റസൂൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി അറാഫി വജ്ഹിഹി സഫഅതം മിനശ് ശൈത്വാൻ. അയാളുടെ മുഖത്ത് പിശാചിന്റെ മുദ്ര കാരണത്താലുള്ള കരുവാളിപ്പ്, ഒരു കറുത്ത നിറം ഞാൻ കാണുന്നുണ്ടല്ലോ. ആരത്? സ്വഹാബാക്കൾ പോലും അദ്ദേഹത്തിന്റെ ഇബാദത്ത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുക. കണ്ട ഉടനെ നുബുവത്തിന്റെ വെളിച്ചത്തിൽ, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അയാളുടെ മുഖത്ത് പിശാച് സീലടിച്ച ഒരു കറുപ്പ് കളറ് ഞാൻ കാണുന്നുണ്ടല്ലോ. ആള് വന്നു, സഭയിൽ കയറി, തൊട്ടടുത്തെത്തിയപ്പോ അടുത്തേക്ക് വിളിച്ചിട്ട് പുണ്യ റസൂൽ ആ മനുഷ്യനോട് ചോദിച്ചു, അസ്അലുക ബില്ലാ ഹദ്ദസതുക നഫ്സുക അൻ ലൈസ ഫിൽ ഖൗമി അഫ്ളലു മിൻക. ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്, നോണറിയാൻ പാടില്ല. ഹദ്ദസതുക നഫ്സുക അൻ ലൈസ ഫിൽ ഖൗമി അഫ്ളലു മിൻക. നീ ഇത്രമാത്രം പുണ്യവും നന്മൊക്കെ ചെയ്തപ്പം നിന്റെ മനസ്സിലൊരു ചിന്ത കയറിയില്ലേ, നിന്റെ അത്ര ഉഷാറുപ്പ് ആരുമില്ലാന്ന്? സത്യം പറഞ്ഞോ? അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. കാരണം ജനങ്ങൾ എല്ലാ സ്വഹാബാക്കളും ഇയാളെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, അത്ര നന്മ കണ്ടിട്ട്. ഫഖാല നഅം, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട് റസൂലേ. തീർന്നു. ആ മനുഷ്യന്റെ സർവ നന്മകളും ഈ ക്യാൻസർ ചിന്ത കാരണം, ഈ ഈഗോ ചിന്ത കാരണം തകർന്നടിഞ്ഞു പോയി. അതാണ് പിശാചിന്റെ മുദ്രയുടെ അടയാളം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കണ്ടതും പറഞ്ഞു തന്നതും. അതുകൊണ്ട് നമ്മൾ വിനയത്തോടെ റമദാനിലേക്ക് കയറണം. ഈ ഒരു മൈൻഡ് എനിക്കും നിങ്ങൾക്കും കേറിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ അവസ്ഥ ഇതാണ്. എല്ലാ അമലും ഫഖദ് അഹ്ബത ബിജഹ്ലിഹി ജമീഉ അമലിഹി, നമ്മുടെ സർവ്വ സുകൃതങ്ങളും തകർന്നടിയും, നമ്മളും തകർന്നടിഞ്ഞു പോകും. ഇത് വിശുദ്ധ ദിനരാത്രങ്ങളാണ്. ശഅബാൻ മാസം ഏതാണ്ട് മധ്യത്തിലെത്തി നിൽക്കുകയാണ്. പുണ്യമേറിയ വിശുദ്ധ രാവുകൾ, പകലുകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. മുഅ്മിനീങ്ങളെ, ദിവസത്തിന് വിശുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല, നമ്മളും കൂടി വിശുദ്ധരായി നിന്നാലേ അതിൻ്റെ പുണ്യമാർജിക്കാൻ സാധിക്കൂ. നമ്മൾ പറയല്ലോ, ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ വെണ്ണ, ശുദ്ധമായ തേന് പറയൂലോ. ഇത് ക്ലോസറ്റിൽ വിളമ്പിയാലോ അത് തിന്നാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വൈറസ് ഉള്ള, രോഗാണുക്കളുള്ള പ്രതലത്തിൽ, പാത്രത്തിൽ വിളമ്പിയാൽ ശുദ്ധമായ ആഹാരം കഴിക്കാൻ പറ്റുമോ? രാവുകൾക്ക് വിശുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, ബറാത്ത് രാവിന് വിശുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല, നമ്മൾ വിശുദ്ധരായി അവിടെ കയറിയിരിക്കണം. അപ്പോഴാണത് ആരോഗ്യകരമാവുക. സ്പിരിച്വൽ മേഖലയിൽ ആരോഗ്യകരമാവുക വിശുദ്ധി കൊണ്ട് മാത്രമാണ് മുഅ്മിനീങ്ങളെ. ഇല്ലെങ്കിൽ തകരും, ഉറപ്പായിട്ടും തകരും. ഇതിപ്പോ ഏതാ സമയം? ഇബ്രാഹിമുൻ നഖഈ എന്ന മഹാജ്ഞാനിയായ ഇമാമ് പറയുന്നുണ്ട്, റജബ് വിത്തെറിയേണ്ട മാസമാണ്, ശഅബാൻ നനച്ച് വളം ചേർത്ത് കൊടുക്കേണ്ട മാസമാണ്, റമളാൻ കൊയ്ത്തിന്റെ മാസമാണ്. റജബ് വിത്തെറിയുന്ന മാസം, ശഅബാൻ വെള്ളവും വളവും കൊടുക്കേണ്ട സമയം, റമളാൻ കൊയ്തെടുക്കേണ്ട സമയം, പുണ്യം കൊയ്തെടുക്കേണ്ട സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമുക്കുള്ള ഡ്യൂട്ടി എന്താണ്? ഇപ്പൊ നനച്ചു കൊടുക്കണം, കച്ചറകൾ മാറ്റിയിട്ട് വളം ക്ലിയറാക്കി കൊടുക്കണം. ഒരു തൈ നട്ടാൽ ഇതര ചെടികൾ മുളച്ചു പൊങ്ങുമ്പോൾ അത് എടുത്തു മാറ്റൂല, എന്നാലല്ലേ വളവും വെള്ളം അവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഈ പാഴ്മരങ്ങൾ, പടുമരങ്ങൾ അതൊക്കെ ആഹരിച്ചു പോവില്ലേ? ഈ സന്ദർഭം ഏതിന്റെ സമയാണ്? നമ്മുടെ ഹൃദയമാകുന്ന ഭൂമിയിൽ ഇട്ട വിത്ത് വളർന്നു വരാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടുന്ന സന്ദർഭമാണ് വിശുദ്ധ ശഅബാൻ മാസം. നമ്മളത് അവഗണിക്കാൻ പാടില്ല. എന്നാലേ റമളാനിൽ കൊയ്ത്ത് നടക്കുള്ളൂ. പുണ്യങ്ങളുടെ പൂക്കാലം വരുമ്പോ കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. വിശുദ്ധ മാസം, ഈ വിശുദ്ധ മാസത്തിന്റെ പകുതി, ശഅബാനിന്റെ 15-ാം രാവ്,
പുണ്യമേറിയ രാവാണ്. അതിന്റെ മഹത്വം പറയുന്ന ഹദീസുകൾ നിരവധിയുണ്ട്. ആ ഹദീസുകൾ സ്വഹീഹായ ഹദീസുകൾ എമ്പാടുണ്ട്. ലഈഫും ഉണ്ടെങ്കിലും സ്വഹീഹായ തെളിവിന് പറ്റുന്ന ഹദീസുകൾ എമ്പാടും ഈ ബറാഅത്ത് രാവിന്റെ മഹത്വം പറയുന്ന നബിവചനങ്ങളുണ്ട്. മഹാന്മാരായ ഇമാമുമാർ പറയുന്നു, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള രാവ് ശഅബാൻ 15 രാവാണ്, ബറാഅത്ത് രാവാണ്. ഇമാമുന ശാഫിഈ റഹിമഹുല്ല പറയുന്നുണ്ട്, 5 രാവുകൾ ദുആക്ക് ഇജാബത്തുള്ള രാവുകളാണ്, 5 രാത്രികൾ. ഇതൊക്കെ വെറുതെ പറയല്ല, ഹദീസിന്റെ പിൻബലത്തിൽ പറയുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള വഹയിന്റെ ജ്ഞാനം വിശദീകരിച്ച് തരികയാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ല. 5 ഹംസു ലയാലിൻ, 5 രാവുകൾ യുസ്തജാബു ഫീഹ ദഅവത് ദുആ, ദുആക്ക് അതിന് ഉത്തരമുള്ള രാവുകളാണ്. 1 ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച രാവ്. ഇന്നത്തെ രാത്രി അല്ല കേട്ടോ, ഇത് ശനിയാഴ്ച രാത്രിയാണ്. വെള്ളിയുടെ രാവ്, വെള്ളി രാവ്, വെള്ളിയാഴ്ച രാവ്. വയൗമുൽ ഈദൈൻ വലൈലത്തുൽ ഈദൈൻ, 2 പെരുന്നാളിന്റെ രാവുകൾ. ദുൽഹിജ്ജ 9 രാത്രി, അതുപോലെ റമളാനിൽ നിലാവ് കണ്ട അല്ലെങ്കിൽ 30 പൂർത്തിയായ രാത്രി, 2 പെരുന്നാളുകൾ, ഈദ് പെരുന്നാളിന്റെ രാവുകൾ ദുആക്ക് ഇജാബത്തുള്ളതാണ്. വ അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യ രാവ്. അതുപോലെ 5ാമതായി പറഞ്ഞത് ശഅബാനിന്റെ പകുതിയുടെ രാവ്, ലൈലത്തുൽ ബറാഅ, ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യാസീൻ ഓതി ദുആ ചെയ്യുന്നത്. യാസീൻ അല്ലെങ്കിലേ നമ്മുടെ മുറാദുകൾ നിറവേറാൻ യാസീൻ ഓതിയാൽ സാധിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി, ഹദീസാണത്. നിങ്ങൾ എന്ത് നിയ്യത്ത് വെച്ച് യാസീൻ ഓതിയാലും നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന്. ലിമാ ഖുരിഅത് ലഹു, ലിമാ ഖുരിഅ ലഹു, ഏതൊന്നിനു വേണ്ടി ഓതിയോ അത് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാസീൻ ഓതുന്നു, നമ്മൾ ദുആ ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ പകലിൽ സൗകര്യമുള്ളവർ നോമ്പ് പിടിക്കുന്നു. അപ്പോഴാണ് മുടക്കി കൂട്ടം വന്നിട്ട് പറയുന്നു, അത് ബിദ്അത്തായ നോമ്പാണ്, അതുകൊണ്ട് സ്വർഗമല്ല നരക കിട്ടുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ മിറാജിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്ങനെയത് മുഅക്കദായ സുന്നത്ത് തന്നെ. അയ്യാമുൽ ബീള് എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്താണ്, ശക്തിയായ സുന്നത്ത് തന്നെ. എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്താണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു മാസം ആയിഷ ബീവി പറയുന്നത് ബുഖാരി മുസ്ലിമിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ്, സുന്നത്ത് നോമ്പ് പിടിച്ചത് ശഅബാൻ മാസത്തിലായിരുന്നു. റമളാൻ മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അള്ളാന്റെ റസൂൽ പിടിച്ചത് ശഅബാൻ മാസത്തിൽ. അപ്പൊ നമ്മൾ മറ്റു മാസം ഇതൊന്നും പിടിക്കണില്ല, ഈ മാസമെങ്കിലും കിടക്കട്ടെ ഇത് പിടിച്ചാൽ അത് നരകത്തിലേക്കാണ് പോലും. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞ് സമയം കളയണ്ട. ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് ഹറാമായ ദിവസമല്ലാത്ത എല്ലാ ദിവസവും, പെരുന്നാളിൻ്റെ ആ ബന്ധപ്പെട്ട ദിവസമല്ലാത്ത എല്ലാ ദിവസവും നമുക്ക് നോമ്പ് പിടിക്കാതെ സുന്നത്താണ്, മുത്തലക്കൻ സുന്നത്താണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിന് സ്പെഷ്യൽ സുന്നത്തുണ്ട്. ഈ രാവിൻ്റെ ഉടനെ വരുന്ന പകൽ എന്നുള്ള നിലക്ക് അത് പ്രത്യേകം ഉത്തമമാണ് നോമ്പെന്ന് ചില അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ തന്നെ അയ്യാമുൽ ബീളിൻ്റെ നോമ്പാണ്. സൗകര്യമുള്ളവരൊക്കെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ജീവിതത്തിലെമ്പാടും കൊണ്ടുവരാൻ, ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമ്മെ സഹായിക്കട്ടെ.